ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിടുക്കാച്ചി ആയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി മസാല പുട്ടിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തായാലും ചെമ്മീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലനായിട്ടാണ്. പ്രത്യേകിച്ച് ഇതിന് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മസാലപ്പൊട്ടിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ മസാലപ്പൊട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ഈ ഒരു സൈസിലുള്ള ചെറിയ പോലത്തത് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പുട്ടിൻ്റെ മസാലയിൽ നിന്ന് പുട്ടൊക്കെ മിക്സായി കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിതിലേക്കൊരു ചെറിയൊരു മസാല റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി അത്യാവശ്യം എരിവുള്ളത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടു 1.5 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മുളകും മഞ്ഞളും ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ എന്തായാലും ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ചെമ്മീൻ അവിടെ നിന്ന് റെസ്റ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 വലിയ സവാള ഇതുപോലെ ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കൈ വെച്ചിട്ട് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇതുപോലൊരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക കേട്ടോ. നമ്മൾ ചതക്കാനൊക്കെ ഉപയോഗിക്കുന്ന ജാറ്. ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചി എടുക്കുക കേട്ടോ. ഇഞ്ചി ഒരുപാട് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 4-5 പച്ചമുളക് എടുക്കുക. ഞാനിപ്പോൾ 4 എടുത്തിട്ടുള്ളത്. നിങ്ങൾ എരിവ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഒരുപാട് പേസ്റ്റ് ആക്കാതെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു റോസ്റ്റ് ടൈപ്പ് മസാല റെഡിയാക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് 2 ഈ ഒരു വലുപ്പത്തിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓവർ വലുപ്പത്തിൽ കട്ട് ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് മസാലപ്പൊട്ടിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യമാണെങ്കിൽ അങ്ങനെ എടുക്കുക. അത് നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം തന്നെ ചെമ്മീനൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ ഒരു മസാലയിൽ നമ്മൾ ഓവർ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ചെമ്മീനായതുകൊണ്ട് തന്നെ എണ്ണ എന്തായാലും ഇതിൽ നിന്ന് വരും. അപ്പോൾ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഒരുപാട് വേണ്ട. എന്നിട്ട് ആദ്യം തന്നെ നന്നായിട്ട് ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാൻ്റെ എല്ലാ സൈഡിലുമായിട്ട് നമുക്ക് ചെമ്മീനൊന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്നിലൊന്ന് തട്ടാത്ത രീതിയിലായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉടനെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം തന്നെ ചെമ്മീനൊന്ന് നല്ലപോലെ വെന്തതിന് ശേഷം മാത്രം അടപ്പ് തുറന്നിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇപ്പം നല്ലപോലെ വെന്തിട്ട് ഇതിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടപ്പ് തുറന്ന് വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് കുറച്ചൊന്ന് ഉണങ്ങിയ ടൈപ്പായിട്ട് ഫ്രൈ ആവാൻ വേണ്ടിക്ക് അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് സോഫ്റ്റായിട്ട് വേണ്ടിക്ക് അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചെമ്മീനൊക്കെ അത്യാവശ്യം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയേ. ഇനി നമുക്കിതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്കുള്ള മസാല ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെയിം പാൻ തന്നെ ഉപയോഗിക്കുക കേട്ടോ. വേറെ ഒന്നിലും ആക്കണ്ട, കാരണം ഇതിൽ അത്യാവശ്യം എണ്ണയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ ഈ ഒരു പാനിൽ തന്നെ ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് വെറും 2 ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഒഴിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചേർക്കേണ്ട, ഇത്രക്ക് മാത്രം മതി. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഈ ഒരു സവാള നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് സവാള അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച ഐറ്റംസൊക്കെ ഇല്ലേ, പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ, അതൊക്കെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിയിട്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. അങ്ങനെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് തക്കാളിയിൽ അത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത്ര സമയമായിട്ടും ഈ ഒരു മസാലയിൽ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി ചെമ്മീനിലൊക്കെ ഇട്ടതാണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ തക്കാളി നല്ലപോലെ വഴന്ന് വെന്തുടയുന്ന വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ആയിക്കിട്ടണേ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത്, എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയേ. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യുക, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ കൂടി ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. വേറെ പൊടികളും കാര്യങ്ങളൊന്നും ചേർക്കണ്ട കേട്ടോ, ഇത് മാത്രം മതി. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ഫ്ലെയിം നല്ലപോലെ കുറച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു മസാലയും ചെമ്മീനും ഒക്കെ കൂടി ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയതിനു ശേഷം നമുക്ക് ഈ ഒരു മസാലപ്പൊട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പുട്ട് ഇനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ പാകത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പുട്ട് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ 1 കിലോൻ്റെ ഒരു പാക്കറ്റ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുട്ട് കുഴക്കാൻ പിന്നെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. നോർമൽ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അങ്ങനെ പുട്ടുപൊടി ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം അതിൻ്റെ റെസ്റ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാനിവിടെ മസാലയും റെഡിയാക്കിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും ചിരകിയതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരല്പം മാത്രം മതിയേ. ഇനി നമുക്ക് നോർമലി പുട്ട് നിറക്കുന്നത് പോലെ തന്നെ, പക്ഷേ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പുട്ടിൻ്റെ കുറ്റിയുടെ ചില്ലിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം തേങ്ങ ആദ്യം തന്നെ കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് മതി, ഒരുപാട് തേങ്ങയൊന്നും ഈ ഒരു മസാലപ്പുട്ടിന് ആവശ്യമില്ല. എന്നാലും പുട്ടിന് തേങ്ങ ഉണ്ടാകുമ്പോൾ അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണല്ലോ. പിന്നെ വേറൊരു കാര്യം എന്തിനാണ് ഇതിൽ തേങ്ങ ചേർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആവി കയറാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അഥവാ ഫസ്റ്റ് ലെയറിൽ നിങ്ങൾ മസാല വെച്ചിട്ട് പുട്ട് നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ആവി മേലോട്ടേക്ക് കയറാൻ ടൈം എടുക്കുകയും ചെയ്യും, പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുകയും ചെയ്യും. ആ മസാലയിൽ ഡയറക്റ്റ് ആവി തട്ടുന്ന സമയത്ത് അതിൽ ഈർപ്പം കൊണ്ട് അതിൻ്റെ ഹോൾസൊക്കെ ആഡ് ചെയ്യും നമ്മുടെ ഈ ഒരു ചില്ലിൻ്റെ. അപ്പോൾ പെട്ടെന്ന് മുകളിലേക്ക് ആവി കയറില്ല കേട്ടോ. നല്ല സമയം എടുത്തിട്ട് മെല്ലെ കയറി വരുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ ഫസ്റ്റ് ലെയറായിട്ട് കുറച്ചൊരല്പം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് മാത്രം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റത്തെ പുട്ട് നിറക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്ര വലുപ്പത്തിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ നിറക്കണേ. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് പുട്ടുപൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 1-1.5 ടേബിൾ സ്പൂണോളം മസാല വെച്ച് കൊടുക്കുക. ഈ മസാലയുടെ അളവ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ചിലവർക്ക് ഒരുപാട് മസാല ഇഷ്ടം ഉണ്ടാവില്ല, ചിലവർക്ക് കുറച്ച് അധികം വേണ്ടി വരും. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത പുട്ടിനുള്ള എത്രയാണ് പൊടി വേണ്ടത് അതിനനുസരിച്ച് നിറച്ച് കൊടുക്കുക. ഞാൻ നേരത്തെ പോലെ തന്നെ ഒരു 4-4.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങയും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുട്ട് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുട്ട് സിമ്പിളാണ് റെഡിയാക്കാൻ. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫസ്റ്റത്തെ പോയിൻ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് റെഡി ആയിട്ട് കിട്ടില്ല കേട്ടോ. ബിഗിനേഴ്സൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഡയറക്റ്റ് നോർമൽ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ കുറ്റി കുത്തി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് സാധാ നോർമലി കുത്തിയെടുക്കുക പുട്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു കുറ്റി പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ആവി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് കൊത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കുത്തി കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചിട്ടും. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ അളവ് വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് 5 കുറ്റി മസാല പുട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പുട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അതിൽ വ്യത്യാസം വരും. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഏരിയയിലൊക്കെ ഇപ്പം പാർട്ടികളിലൊക്കെ എന്താ പറയുക താരമായിട്ട് കിടക്കുന്ന ഒരു ഐറ്റം എന്ന് പറയും. ഇപ്പോഴല്ല, കുറച്ച് കാലമായിട്ട്. പക്ഷേ ഇതെന്തായാലും ഉണ്ടാവും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറികളുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ, ഒരു സ്പെഷ്യൽ ടേസ്റ്റുമാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്